നമസ്കാരം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കലണ്ടറിനെ കുറിച്ച് ഒരല്പനേരം പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അതായത് നിലമ്പൂരിൽ നിന്നുള്ള കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആൾ കലണ്ടറിനെ കുറിച്ചുള്ള ചില വിദ്യകൾ കണ്ടുപിടിച്ച് ആ ഡേറ്റിനെ കുറിച്ച് പ്രത്യേകമായിട്ട് സംസാരിക്കും. അത് തന്നെ. അപ്പോ ഈ കലണ്ടറിലെ ചില ദിവസങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയുള്ള ഒരു എളുപ്പ വഴികൾ കുഞ്ഞുമോൻ കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. അപ്പോൾ അടുത്ത വർഷത്തിലെ ഒരു ഡേറ്റ് എന്നോട് ചോദിക്കും, ഞാൻ ആ ദിവസം ഏതാണെന്ന് ഞാൻ പറയും. ഓക്കെ. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 2016 ഏപ്രിൽ 5 അതേത് ദിവസം എന്ന് പറയാൻ പറ്റും? ഏപ്രിൽ 5 എന്ന് പറയുന്നത് ചൊവ്വാഴ്ച. ഓക്കെ. ഇപ്പോ എല്ലാത്തിനും ഉത്തരങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ വന്ന കക്ഷി അയ്യപ്പനും കുറെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ശരി, അദ്ദേഹം ചോദിക്കുന്നു. നിങ്ങൾ കുറേ ഡേറ്റുകൾ പറഞ്ഞു കേട്ടു, പക്ഷെ അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് 2-3 ഡേറ്റുകൾ ചോദിക്കാറുണ്ട്. അതിന്റെ ഇതിൽ കിടക്കാം. 2017 ജനുവരി 2-ാം തീയതി ഏത് ദിവസമായിരുന്നു? ജനുവരി 2 തിങ്കളാഴ്ച. ജൂൺ 4-ാം തീയതി ഏതാ ദിവസം വരും? ഏത് വർഷം? 2017 ജൂൺ 4-ാം തീയതി. 2017 ജൂൺ 4-ാം തീയതി ഞായറാഴ്ച. 2018 ജനുവരി 1 ഏത് ദിവസമാണ്? 2018 ജനുവരി 1 2018 ജനുവരി 1 എന്ന് പറയുന്നത് തിങ്കളാഴ്ച. എന്നാൽ പിന്നെ 2017 ഒന്നും കൂടി ചോദിക്കാം. 2017 ആഗസ്റ്റ് 20 ഏത് ദിവസമാണ്? 2017 ഓഗസ്റ്റ് ഞായറാഴ്ച. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പോ എന്താണ് ഇതിന്റെ സീക്രട്ട്? ഇത് എങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയുന്നു? അത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി അല്പനേരം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് സീക്രട്ട് എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളും നമ്മൾ എത്ര ദിവസം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ആഴ്ചയിൽ 7 ദിവസങ്ങൾ അതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡേറ്റ് പറയുമ്പോൾ ആ ദിവസം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. നിങ്ങളോട് ഒരു ഡേറ്റ് പറയുമ്പോൾ ആ ദിവസം ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഉള്ള എളുപ്പ വഴി എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 1-ാം തീയതി ഒരു ഞായറാഴ്ച ആണെങ്കിൽ ആ മാസത്തിലെ 8, 15, 22, 29 എല്ലാം ഞായറാഴ്ചയായിരിക്കും. അത് ശരി. ഇപ്പോൾ നമുക്ക് കലണ്ടർ കണ്ടാൽ അറിയാം, അതിനകത്ത് ലൈനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 4-ാം തീയതി ഇപ്പോൾ പിന്നെ ബുധനാഴ്ച ആണെങ്കിൽ 4, 11, 18, 25 ഇതെല്ലാം ബുധനാഴ്ച. അപ്പം അത് എല്ലാ ഡേറ്റും അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാനും പറ്റും. പക്ഷെ നമ്മളത് എത്രത്തോളം ഓർത്തിരിക്കുന്നതാണ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കണക്കാണ്. അതെ. അത് ഈ 2016 മാത്രമല്ല, 17, 18 അല്ലെങ്കിൽ 20 ഇനി വരാൻ പോകുന്ന ഏത് വർഷത്തിലെ ഡേറ്റ് പറഞ്ഞാലും നമുക്ക് ഒരു മൊബൈലിൽ നോക്കാതെ, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കലണ്ടറിൽ നോക്കാതെ, അല്ലെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യാതെ നമുക്ക് വെറുതെ നമുക്ക് ഈ കൈ വിരലുകളും നമ്മുടെ ഈ മൈൻഡും ഇത് മാത്രം മതി നമുക്ക് ഈ ദിവസം കണ്ടുപിടിക്കാൻ. വേറെ ഒന്നും വേണ്ട, ഒരു പേപ്പറോ പേനയോ ഒന്നും വേണ്ട, വേറെ രഹസ്യങ്ങളൊന്നും ഇതിനില്ല, ഒന്നുമില്ല. ഇത്ര മാത്രമേ. ഇത് ഭയങ്കര കഴിവ് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് മൊബൈലും കലണ്ടറും ഒക്കെ കൊണ്ട് നടക്കുക എന്ന് പറയുന്ന ഭയങ്കര റിസ്ക്കുള്ള കേസാണ്. മൊബൈൽ കൊണ്ട് നടക്കാൻ കഴിയുമെങ്കിൽ തന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് നോക്കി വരണമെങ്കിൽ കുറെ ടൈം എടുക്കും. ഇല്ല, ഇപ്പൊ അടുത്ത വർഷത്തിലെ ഒരു ഡേറ്റ് ഇപ്പൊ പറയുമ്പോൾ, ഇപ്പൊ ഞാനിപ്പോ ഒരു ഡേറ്റ് പറയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ പോക്കറ്റിലായിരിക്കും. അപ്പൊ നിങ്ങൾ
പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് നിങ്ങളത് ഓൺ ചെയ്ത് നിങ്ങളത് പിന്നെ എന്താ പറയാ മെനു എടുത്ത് എല്ലാം പിന്നെ നോക്കി വരുമ്പോഴേക്കും ഒരു ടൈം എടുക്കും. അതിലും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് കുഞ്ഞുമോന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. അതെ അടുത്ത വർഷത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കണ്ടു. അപ്പൊ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അതും വരുന്ന വർഷത്തിലേക്ക് നമുക്ക് വളരെ വരുന്ന വർഷത്തിലേക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമ്മാനമായിട്ട് തന്നെ കരുതാം. ഇത് വേണമെങ്കിൽ അങ്ങനെ കരുതാം. അപ്പം ഇത്രയും രഹസ്യങ്ങൾ നമ്മൾക്ക് വേണ്ടി പറഞ്ഞു തന്ന കുഞ്ഞുമോന് വളരെ നന്ദിയുണ്ട്. ഈ രഹസ്യം, ഇതിന്റെ സീക്രട്ട് എല്ലാരും മനസ്സിലാക്കി ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇതേമാതിരി ഓരോ ദിവസങ്ങൾ പെട്ടെന്ന് പറയാൻ സാധിക്കുന്നതാണ്.